ഉള്ളം കലങ്ങിടും വേളയിലൻ ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു, തെല്ലും ഭയം വേണ്ട എൻ മകളെ, എല്ലാ നാളും ഞാൻ കൂടെയുണ്ട്. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും ആയുസിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ ആയുസിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം ഞങ്ങളെ കാത്തല്ല, സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ല കർത്താവേ. കഴിഞ്ഞ രാത്രികാലം കിടന്നുറങ്ങിയ അനേക ജീവിതങ്ങളായി പ്രഭാതം കാണുവാൻ പാടില്ലാതെ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. അനേകർ ആശുപത്രി മുറിക്കുള്ളിൽ, ഹല്ലേലൂയ, അനേകരും മണ്ണിനടിയിലൊക്കെയും ആയിരിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ തക്കണം ഒരു ദിവസം കൂടെ ദാനമായി തന്നല്ലോ. ഭൂമിയുടെ പരപ്പിൽ ശേഷിപ്പിച്ച വൻകൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പൻ്റെ കരുണയൊന്ന് മാത്രമാ, കരുതലൊന്ന് മാത്രമാ. സ്തോത്രം, സ്തോത്രപ്പാ. സമ്പൂർണ്ണമായും ഇവിടുത്തെ കരങ്ങളുടെ അടിയെ താഴ്ത്തി സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്ന കർത്താവേ, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടം അറിയുന്നില്ല, ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്നില്ല, ഞങ്ങളുടെ ഭാരവും വേദനയും അറിയുന്നില്ല, ഞങ്ങളുടെ രോഗം അറിയുന്ന കർത്താവേ, എല്ലാറ്റിനുമേലും അധികാരമുള്ള കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അടിയങ്ങൾക്ക് തരുമാറാകണമേ കർത്താവേ. അങ്ങയുടെ കരം ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മുൻപും പിൻപും ഇടവും വലവും ദൂതനാൽ കാവൽ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പോകുന്നിടത്ത് വരുന്നിടത്തൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. ഞങ്ങളുടെ വാഹനത്തിലും വഴിയിലും കർത്താപ്പച്ചൻ്റെ കൃപയും കൂട്ടും വേണം. ശത്രു ഞങ്ങളെ കാണാതുകൊണ്ട് ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണം. ആ തങ്കക്കാരൻ ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊള്ളുമാറാകണം. ഞങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമാറാകണം. അവിടുത്തെ ബലമുള്ള കരങ്ങളിലോട്ട് അടിയങ്ങളെ സമർപ്പിക്കുക കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എൻ്റെ ഓരോ പ്രിയ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിച്ച് സഹായിച്ച് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവേ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചിത സ്ഥാനത്തെത്തുവോളം കൃപയ്ക്കുള്ളിൽ മറയ്ക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടുത്തി ക്ഷീണങ്ങളെ ഭാരങ്ങളൊക്കെ മാറ്റി സൗഖ്യത്തോടെ ആയിരിക്കാൻ സഹായിക്കണമേ കർത്താവേ. അപ്പോൾ ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, 10, 11, 12 പഠിക്കുന്ന മക്കൾ, OET IELTS പഠിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കൾ, അപ്പോൾ ജർമ്മൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, ജയം തന്ന മക്കളെ എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടൊപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കരുണയാലും കൃപയാലും തൻ്റെ മക്കളെ പിന്നെയും സൂക്ഷിക്കണം. അവിടുത്തെ ബുദ്ധി ഞാൻ അവർക്ക് കൊടുക്കണം. എല്ലാ വഴികൾ വാതിൽ അവർക്ക് മുൻപിൽ തുറന്നു കൊടുക്കുമാറാകണം. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൺമണി പോലെ സൂക്ഷിക്കണമേ. ശത്രുവാൻ കാണരുതേ അപ്പോൾ ദൃഷ്ടി വെക്കാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുതാത്തതൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ ദൂതഗണങ്ങളാൽ അവരെ കാവൽ ചെയ്യുമാറാകണമേ. പ്രാർത്ഥനയോടെ നടപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാടും വീടും വിട്ട് വിദുരതയിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. അപ്പച്ചൻ്റെ പൊന്നുകരം ചാർത്ത് പിടിച്ചോണമെന്നും പ്രാർത്ഥിക്കുന്നു നാഥ. സ്തോത്രം, സ്തോത്രം കർത്താവേ. വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ പ്രയത്നിക്കുന്ന മക്കളുണ്ട് കർത്താവേ. റിസൾട്ട് ഹാലൊരു കർത്താവേ, പരീക്ഷയൊക്കെ എഴുതി പാസ്സായി കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എന്നാൽ കാലതാമസം ഇട്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ സ്വർഗം അറിയുന്നല്ലോ. തടസ്സങ്ങൾ മുടക്കങ്ങൾ മാറ്റണമേ. അപ്പോൾ അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് അവരെ കൊണ്ടുവന്ന് എത്തിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വഴികളിൽ നിന്നും നടത്തണമെന്നോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം.
സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക കർത്താവേ സ്തോത്രം. അപ്പാ എൻ്റെ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ ഓർക്കുന്ന സമാധാനത്തോടെ അവരെ കാത്തുകൊള്ളണമേ. കർത്താവ് ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ സമർപ്പിക്കുന്ന കർത്താവ്, വിവിധ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് സമർപ്പിക്കുക കർത്താവേ. സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും ജോലി കാര്യങ്ങൾ ചെയ്യാൻ ഇടയാക്കണമേ. എല്ലാം നന്മ കൊണ്ട് അവരെ നിറയ്ക്കണമേ കർത്താവേ. വേദനയോടെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ സങ്കടം പറഞ്ഞവരെ സഹായിച്ച് വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, അനേക പ്രാർത്ഥനാ വിഷയം അപ്പൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനുണ്ട് കർത്താവ്. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു കർത്താവ്. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സമാധാനം കൊണ്ട് ഓരോ മക്കളെ നിറയ്ക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങളൊന്നും ഛിന്നഭിന്നമായി പാൻ സമ്മതിക്കല്ലേ കർത്താവ്. സ്നേഹത്തോടും ദൈവഭയത്തോടും ജീവിപ്പാൻ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. ആണും പെണ്ണുമായ മക്കളുണ്ട് കർത്താവേ. വിവാഹപ്രായം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗം തന്നെ മക്കളെ കാത്തുകൊള്ളുമാറാകണമേ. തക്ക തുണ ഒരുക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ ഇടയാക്കണമേ. ആമേൻ ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ വിവാഹമൊക്കെ നിശ്ചയം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. വിവാഹ തീയതി ഹല്ലേലൂയ സ്വർഗം അറിയുന്നല്ലോ. ഓഗസ്റ്റ് 5 തീയതി നടക്കുന്നതായ വിവാഹത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം ഇറങ്ങണമേ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നൽകണമേ. എല്ലാം സ്വന്തമായും വിശദമായും ക്രമീകരിക്കണമേ. എൻ്റെ സ്വർഗമേ, സ്വർഗം ഇറങ്ങണമെന്നടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള കർത്താവ് അവിടുന്ന് ആകിയാൽ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ കരമൊന്ന് ചേർത്ത് പിടിച്ചോണേ അപ്പാ. പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കൾ അത് എവിടെയായിരുന്നാലും സ്വർഗം വരെ കരുതണമേ. അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വീടൊക്കെ വിറ്റ് കർത്താവെ സ്തോത്രം. മക്കളുടെ കൂടെ പോകാനിരിക്കുന്ന മാതാപിതാക്കളുണ്ടപ്പാ. നീ അവരുടെ ആഗ്രഹത്തെ നിവർത്തിക്കണമേ. അവർക്ക് സ്വന്തമായി പാർക്കുവാൻ ഭവനം ഒരുക്കണേ. അവസ്ഥയറിഞ്ഞ് കർത്താവ് കരുതിക്കൊള്ളണമേ. സ്വർഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പ, നിൻ്റെ വചനം അയച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഹല്ലേലൂയ അപ്പൻ്റെ അത്ഭുതത്തിൻ്റെ ശക്തി ഇറങ്ങണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കർത്താവെ സന്താന സമൃദ്ധിയുള്ളവരായി കാണപ്പെടുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവെ ശിമയായി തൻ്റെ കർത്താവിനെ കൈകളിലേന്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമുറയെ കണ്ട് സന്തോഷിപ്പാൻ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്നും പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളെയും സമർപ്പിക്കുന്ന കർത്താവെ ഉള്ളം കരത്തിൽ വഹിച്ചു കൊള്ളണമേ. മാസന്തികയോളം കൂടെ ഇരിക്കണമേ അപ്പാ. ആമേൻ. ക്ഷീണങ്ങളെ ഭാരങ്ങൾ മാറ്റണമേ. ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, നീ അവരെ സഹായിച്ച് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ അനേക നീറിപ്പുകയുന്ന വിഷയങ്ങളുടെ നടുവിൽ കലങ്ങുന്ന ജീവിതങ്ങളുണ്ട്. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളുണ്ട്. ഉള്ളതുപോലെ കാണുന്ന അപ്പച്ചൻ്റെ കരങ്ങളിൽ ആ മക്കളെ സമർപ്പിക്കാൻ ഇവരെ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. അനർത്ഥങ്ങളിൽ നിന്ന് ആപത്തിൽ നിന്ന് വിടുവിക്കണമേ. മഹാമാരിയിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. പകർച്ചബാധകളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. എല്ലാ രാജ്യങ്ങളെയും കാത്തുകൊള്ളണമേ. എല്ലാ ദേശങ്ങളെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ കർത്താവേ. അനർത്ഥങ്ങളിൽ നിന്നെല്ലാം എല്ലാവരെയും വിടുവിക്കണമേ എന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു കർത്താവേ. ആശുപത്രി മുറികളിൽ ായിരിക്കുന്നവർ, ഭവനത്തിലുള്ളവരായിരിക്കുന്നവർ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന തൻ്റെ മക്കളെ സ്വർഗത്തിലെ അപ്പൻ്റെ പൊന്നുകരമൊന്ന് ചേർത്ത് പിടിച്ച് സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വചനം ഓരോ മക്കളുടെ മേലും പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവം അവിടുന്നാകിയാൽ അപ്പൻ്റെ പൊന്നുപാദപീഠത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുതരികയപ്പാ. ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട് കർത്താവെ. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ടപ്പാ. ദൈവമായ കർത്താവെ, തൈറോയിഡ് ഉള്ളവരുണ്ട്, ആസ്മ രോഗികളുണ്ട്, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട്, അലർജി ഉള്ളവരുണ്ട്, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവെ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവെ. അപ്പോൾ ഉണങ്ങാത്ത വ്രണവുമായി കഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി കഴിയുന്ന ജീവിതങ്ങൾ കർത്താവെ. ഓപ്പറേഷന് വിധേയപ്പെട്ട മക്കളുണ്ട് കർത്താവെ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മക്കളുണ്ട് കർത്താവെ. കാഴ്ചയും കേൾവിയുമില്ലാത്തവരുണ്ട് കർത്താവെ. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് സമർപ്പിക്കുക. അപ്പോൾ
തളർവാദ രോഗികളുണ്ട് കർത്താവെ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. മനസ്സറിവും കരുണയുമുള്ള കർത്താവ് തൻ്റെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാഥാ, നീ സൗഖ്യമാക്കുന്ന ദൈവം, മനസ്സറിവും കരുണയുമുള്ള ദൈവം. ആരെല്ലാം അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്നിട്ടുണ്ടോ അവരാരും ലജിച്ചു പോകാൻ നീ സമ്മതിച്ചിട്ട് ദൈവമല്ലല്ലപ്പാ. സ്തോത്രം, സ്തോത്രം. സൗഖ്യത്തോടെ പറഞ്ഞു വെച്ച ദൈവമാ. ഞങ്ങളും വിശ്വാസത്തോടെ കടന്നു വരിക, അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുക. ഞങ്ങളെ വിടുവിച്ച ദൈവം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വിടുവിപ്പാൻ സർവശക്തനാ. സ്തോത്രം. അത് തിരിച്ചറിഞ്ഞതാ, അത് രുചിച്ചറിഞ്ഞതാ. നന്ദി പിതാവേ, നന്ദി, നന്ദി കർത്താവേ. പിന്നെയും അത്ഭുതം ചെയ്യണമേ മഹാകരുണയുള്ള കർത്താവേ. മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആശുപത്രി മുറിയിലൊക്കെ കഴിയുന്ന ജീവിതങ്ങൾ സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ എത്തിച്ചേരാൻ സഹായിക്കണേ. അവരുടെ ആവശ്യങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് സ്വർഗം മാനിക്കണമേ, കരുണ കാണിക്കണമേ കർത്താവേ. കിടക്കുകളിലും വീൽ ചെയറിലുമൊക്കെ ആയിരിക്കുന്ന ജീവിതങ്ങൾ കർത്താവേ, ഒന്ന് നടക്കുവാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ, സ്വന്തം കാര്യം ഒന്ന് ചെയ്തെടുപ്പാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കൊതിയോടെ കാത്തിരിക്കുന്ന ജീവിതങ്ങൾ അപ്പോൾ നീ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനേക കുഞ്ഞുങ്ങൾ കർത്താവ് ഈ നാളുകളിൽ സംസാരിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. വൈദ്യന്മാർക്ക് കഴിയാത്തത് എൻ്റെ അപ്പച്ചന് കഴിയും. ഇതൊരു മുഖാന്തരമായി മാറട്ടെ കർത്താവെ. കുടുംബങ്ങളൊക്കെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരട്ടെ. വാസ്തവമായി കർത്താവിനെ ഒന്ന് തിരിച്ചറിയട്ടെ. എൻ്റെ അപ്പൻ്റെ ശക്തി അവരിലൊന്ന് വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴങ്കാലമിടയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ, സകല നന്മകളും ചോദിച്ചു വാങ്ങിപ്പാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അങ്ങനെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. അവരെ പുതുനന്മകളാൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകണമേ കർത്താവേ. എല്ലാറ്റിലുപരിയായി ഞങ്ങളുടെ ഉപജീവനമാർഗമൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗമെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ഒന്നിനും കുറവ് കൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽപ്പാൻ, കൈനീട്ടുവാൻ സമ്മതിക്കാതെ വണ്ണം ജോലി ചെയ്യുന്ന ഓരോ മക്കൾക്കും നന്മ കൊണ്ട് നിറച്ചാട്ട്. ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ടപ്പാ, ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന എൻ്റെ മക്കൾക്ക് അതാത് ദിവസം വേണ്ടുന്നതായതെല്ലാം കൊടുത്ത് പോഷിപ്പിച്ച് സന്തോഷത്തോടായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കളുടെയും വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടെ ഇരുന്ന് സഹായിച്ച് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. പല ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ട്, ബയോഡേറ്റ കൊടുത്തിട്ട് നോക്കിയിരിക്കുന്നവരുണ്ട് കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലൊക്കെയും കർത്താവിൻ്റെ കരം ചലിപ്പിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ വഴിവാതിൽ തുറന്നു കൊടുക്കണം. ഒരിക്കലും പറ്റാത്ത നീലറവ ഹാഗറിന് വേണ്ടി മരുഭൂമിയിൽ തുറന്ന ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ തൃപ്തിയാകുവോളം കൊടുത്ത സ്വർഗം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. തിരുവചനമാ, വചനത്തിൽ ആശ്രയിച്ച് കടന്നു വരികയാ. അങ്ങയുടെ പാദം ചാർന്ന് കടന്നു വരുന്നവർ ലജിച്ച് പോയിട്ടില്ലപ്പാ. അങ്ങയുടെ മുഖത്തേക്കാ നോക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം സ്വർഗം കൈക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഉപജീവനത്തിൻ്റെ മാർഗങ്ങളും വഴികളും തുറന്നു കൊടുത്ത് ഓരോ മക്കളെയും മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കൺമണി പോലെ സൂക്ഷിക്കണം. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ദൈവവേല നിമിത്തം ജയിലിൽ വാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ വിടുവിച്ചാട്ടപ്പ. ഒരു പോറല് പോലും ഏൽക്കാതെ സ്വർഗം സൂക്ഷിക്കണമേ. അവരുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവെ. പിന്നെയും ശുഷ്കാന്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, അനേകരെ കർത്താവിലേക്ക് നേടിയെടുപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ടപ്പ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ സമർപ്പിക്കുന്നു. ഭരണകർത്താക്കളെ ഏൽപ്പിക്കുന്നു. ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. സമാധാനപരമായി സ്നേഹത്തോടെ സകലതും ചെയ്തെടുപ്പാൻ ദൈവകൃപ ഓരോ മക്കൾക്കും നൽകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കളെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചാട്ട്, സമാധാനത്താൽ നിറച്ചാട്ട് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.